ഇതെൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട് RK പുന്നത്ത്. ഇന്ന് കേരളത്തിലെ പരസ്യ ചിത്രങ്ങളിലെ വിലപിടിപ്പുള്ളൊരു സംവിധായകനാണ്, നല്ലൊരു മിമിക്രി ആർട്ടിസ്റ്റുമാണ്. പിന്നെ നമ്മളെ MG സുകുമാർ ആദ്യം പാടി അഭിനയിച്ച പരസ്യം സംവിധാനം ചെയ്തതും RK. പ്രകാശ് മിമിക്രി കലയിൽ നിന്ന് സിനിമയിലേക്ക്, അപ്പോൾ ആദ്യമായിട്ട് അഭിനയിച്ച സിനിമ ഏത് സിനിമയിലാണ് ആദ്യം അഭിനയിച്ചത്? ആരുടെ കൂടെയായിരുന്നു? അതിൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? ആദ്യം ഞാൻ അഭിനയിച്ച സിനിമ പുറത്തേക്ക് വന്നില്ല. എല്ലാവരുടെയും പോലെ തന്നെ അത് ഒരു സാങ്കേതിക പ്രശ്നം കൊണ്ട് ആ പടം നിന്നുപോയി. നമ്മളെ കൊണ്ടോട്ടിയിൽ പിന്നെ സിദ്ദിഖ് താമരശ്ശേരിയും അംസ കൈനിക്കാരിയും കൂടി ചെയ്തൊരു പടം, സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ. ജോൺ കീഴ്പ്പള്ളി ആയിരുന്നു അതിൻ്റെ സംവിധാനം. പടം എന്തോ ഒരു കാര്യത്തിൽ വന്നില്ല. പക്ഷേ എൻ്റെ പടം പുറത്തേക്ക് വന്നത് ഫസ്റ്റ് ദി പ്രിൻസ്, മോഹൻലാലോ? ലാലേട്ടൻ്റെ പടം ഫസ്റ്റ്. എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്? എങ്ങനെയാണ് ആ സിനിമയിലേക്ക് എത്തിപ്പെടുന്ന പ്രകാശ്? അത് പിന്നെ മലയാള സിനിമയിൽ ഏറ്റവും നല്ല തിരക്കകർത്ത് TR റസാക്ക. അന്നത്തെ ഒരു മൊബൈലോ കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ. അപ്പോൾ എനിക്കൊരു കത്ത് എഴുതി, പിന്നെ ഒരു പിന്നെ പോസ്റ്റ്മാൻ കൊണ്ടു തന്നു. കത്ത് വായിച്ചപ്പം ഞാൻ മദ്രാസിലൊരു സിനിമ തുടങ്ങിയിട്ടുണ്ട്, നിനക്കൊരു ചെറിയൊരു വേഷമുണ്ട് അതിൽ, അപ്പോൾ വിളിക്കുമ്പോൾ തയ്യാറാവണം. ആ സിനിമയാണ് ദി പ്രിൻസ്. മോഹൻലാലിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ലാലേട്ടനെ പരിചയപ്പെട്ടപ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ ഞാൻ മദ്രാസിൽ പിന്നെ വിജയവാഹിനി സ്റ്റുഡിയോയിൽ വെച്ചിട്ട് പരിചയപ്പെട്ടു. അന്ന് എനിക്ക് TR റസാക്ക ചീത്തയും പറഞ്ഞു, അന്നെയാണ് ഞാൻ അഭിനയിക്കാൻ കൊണ്ടുവന്നത്. അതിൻ്റെ കാര്യം പറഞ്ഞാൽ ഞാൻ പിന്നെ മദ്രാസിൽ ചെന്ന് ഞാൻ ആ പടം കണ്ടില്ലേ, ഇത് പ്രിൻസ് കണ്ടില്ലേ? അപ്പോൾ അതിൽ ഞാനൊരു മോഹൻലാലിൻ്റെ ഫ്രണ്ട്, അതിലൊരു ഗൈഡായിട്ട് സുന്ദരം. അവ പിന്നെ മൗണ്ട് റോഡായിരുന്നു അതിൻ്റെ ഷൂട്ട്. അപ്പോൾ നമ്മളെ മലയാളത്തിലെ പിന്നെ നടൻ ജഗന്നാഥവർമ്മ, അതിൽ നായിക പ്രേമ, തെലുങ്കിൽ അന്നത്തെ സൂപ്പർ നടി. അപ്പോൾ അവർ തമ്മിലുള്ള, അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായി ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ദക്ഷിണേന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഡയറക്ടറാണ് സുരേഷൻ സാറ്. കാരണം രജനീകാന്ത്, എൻ്റെ പിന്നെ ഭാഷ, അണ്ണാമലൈ, ഇന്ദ്രൻചന്ദ്രൻ, കമലഹാസൻ്റെ വലിയ ആളാണ്. പക്ഷെ ഈ വലിയ ആളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, മുഖഭാവവും സ്നേഹവും ഭയങ്കര. ഞാൻ എന്നോട് പറഞ്ഞ ആ ഡയലോഗ് ഒന്ന് പറഞ്ഞു നോക്കുക പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ആ ലൊക്കേഷനിൽ എല്ലാവരും സാറിൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു, സുരേഷ് സാർ ഭാര്യ, ഭയങ്കര കയ്യടി. അതങ്ങോട്ട് ചെയ്തു കഴിഞ്ഞു. പിറ്റേന്ന് അന്ന് രാത്രി റസാക്ക് എന്നോട് പറഞ്ഞു, നാളെ രാവിലെ പ്രൊഡക്ഷൻ്റെ കാറ് വരും, അപ്പോൾ ഞാൻ കുറച്ച് ആളെ പരിചയപ്പെടുത്തി തരാം. വിജയവാഹിനി സ്റ്റുഡിയോയിലാണ്, വിജയവാഹിനിയാണോ ജെമിനിയാണോ എന്നറിയില്ല, അവിടെ ചെല്ലാൻ പറഞ്ഞു. അപ്പം ഞാൻ രാവിലെ തന്നെ പുറപ്പെട്ട് പിടിച്ചു, അവരെ കാറിൽ പോയി. അപ്പം റോഡുമ്മൽ, സ്റ്റുഡിയോൻ്റെ ഉള്ളിൽ റോഡുമ്മലിട്ട് കുറേ പേര് ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നു. അപ്പോൾ ഒക്കെ നല്ല മുഖങ്ങളൊക്കെ നല്ല പരിചയമുള്ള മുഖങ്ങൾ. നോക്കുമ്പം റസാക്ക പരിചയപ്പെടുത്തി, ഇതാണ് പ്രകാശ് പിന്നെ കോഴിക്കോട്ടുകാരനാണ്, ഒരു മിമിക്രി ആർട്ടിസ്റ്റും കൂടിയാണ്. അപ്പം ഞാൻ ഫസ്റ്റ് കൈ പിടിച്ചപ്പോൾ നല്ല മുഖത്ത് വയ്ക്കും പ്രകാശ് രാജ്, നടൻ തമിഴ്, പ്രകാശ് രാജ്. പിന്നെ ഞാൻ കൈ പിടിച്ചപ്പം കിറ്റി പിന്നെ ഗിരീഷ് കർണാട്ട്, പിന്നെ അതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർ നാരായണൻ നാഗശ്ശേരി, പിന്നെ പ്രൊഡ്യൂസർ പിന്നെ സെഞ്ചുറി കൊച്ചുമോൻ സാറ്, പിന്നെ അസോസിയേറ്റ് ആരായിരുന്നല്ലോ ജോസഫ് പടം സംവിധാനം ചെയ്ത പത്മകുമാർ. സാറിൻ്റെ കൂടെ ഞാൻ പിന്നെ പത്മകുമാറിൻ്റെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. എന്താണ് ആ പടം പിന്നെ ഹൈദരാബാദിൽ വെച്ച് ഷൂട്ട് ചെയ്ത ആ പടം എനിക്ക് പറ്റുമെന്ന് ഓർമ്മയില്ല. ഞാനുണ്ട് ഒരു വടയുടെ കച്ചവടക്കാരനായിട്ട്. അങ്ങനെയൊക്കെ എല്ലാവരും പരിചയപ്പെട്ടു. പ്രേമം, സുരേഷ് സാർ എല്ലാവരെയൊക്കെ പരിചയപ്പെട്ടു. അവസാനം എനിക്കൊരാൾ കൈ തന്നു. അപ്പം റസാക്ക പറഞ്ഞു, പിന്നെ ഇത് പ്രകാശ്, എല്ലാവരോടും റസാക്ക തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം അവരെ എല്ലാവർക്കും അറിയാം, നമ്മളെ ആരും അറിയില്ലല്ലോ. ഇത് പ്രകാശ് കോഴിക്കോട്ടുകാരനാണ്, മിമിക്രി ആർട്ടിസ്റ്റാണ്. അപ്പം ഞാൻ ഇയാളുടെ കൈ കൊണ്ട് പിടിച്ചു, പരിചയപ്പെടാൻ പോകുന്നത്. അപ്പം എന്നോട് പറഞ്ഞു, പിന്നെ ചിരിച്ചുകൊണ്ട് ഒരു സൈഡ് ഒരു ചിരി ഇരിച്ചിട്ട് കൈ കൊണ്ട് പിടിച്ചപ്പം സത്യം പറഞ്ഞ എൻ്റെ കൈ മൈദപ്പൊടിയിലൊക്കെ അമർന്നായിരിക്കും, ഭയങ്കര മിനുസം, ഭയങ്കര. അപ്പം ഞാനതൊക്കെ ഇങ്ങനെ തൊട്ട് എനിക്കച്ചാൽ ഈ ജീവിതത്തിൽ കിട്ടാത്തൊരു രസമുള്ള കൈ. അപ്പം ഞാൻ പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പം വിഷ് ഓൾ ദി ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ പോവുകയും ചെയ്തു. അപ്പം എനിക്ക് ആളെ മനസ്സിലായി, ബാക്കി എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനിങ്ങനെ നോക്കുന്നത് ആരാ പോയി, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ആരാ പോയത്. റസാക്കിനോട് ചോദിച്ചു, റസാക്ക
അപ്പം എൻ്റെ കയ്യിൽ നിന്നോട്ട് വഴുക്കി പോയതാരും എന്നോട് പറഞ്ഞു സാജ അന്നെ ഞാൻ അഭിനയിക്കാൻ കൊണ്ടുവന്നത് എടാ അത് മോഹൻലാലുണ്ടാവും. അതെന്താ അറിയോ, മലയാളത്തിലെ സൂപ്പർ എനിക്ക് മനസ്സിലായില്ല. കാരണം ഒന്നാമത് ലാലേട്ടൻ ഒന്നാമതായിട്ട് മീശ പഠിച്ചിരിക്കണം. പിന്നെ പ്രിൻസിൽ വിഗും വെച്ചപ്പോൾ എനിക്ക് മനസ്സിലായതേ ഇല്ല. ആ ഒരു അനുഭവിച്ച് മറക്കൂല. പിന്നെ അതിനുശേഷം മമ്മൂക്കയായിട്ട് ഏതോ പടത്തിൽ അഭിനയിച്ചില്ലേ? മമ്മൂക്കയായിട്ട് പിന്നെ മമ്മൂക്കൻ്റെ തന്നെ ജീവിതത്തിലല്ല ഒരു വൻ ഹിറ്റ്, മലയാളത്തിലെ ഹിറ്റ് രാജമാണിക്യം. രാജമാണിക്യം, വേലായുധൻ എന്നുള്ള ക്യാരക്ടർ അല്ലേ? ബ്രോക്കർ വേലായുധൻ. എങ്ങനെയായിരുന്നു അതിന്റെ ഒരു എക്സ്പീരിയൻസ്? അതിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെടുന്നത്?